വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ് SCRT ടോപ്പിക്കായി ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠഭാഗത്തിൻ്റെ ഭാഗം 4 നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് റിട്ടുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിട്ട് എന്താണെന്ന് പഠിച്ചായിരുന്നു. എന്തായിരുന്നു റിട്ട്? മൗലികാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്ന റിട്ടുകൾ ഏതൊക്കെയാണ്. ഭരണഘടന 5 റിട്ടുകളാണ് ഉറപ്പുവരുത്തുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെയാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് വെച്ചാൽ അന്യായമായി കസ്റ്റഡിയിലോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്ത ഒരാളെ കോടതിക്ക് മുൻപാകെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഉത്തരവ്, കോടതിയുടെ ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് കൂടിയാണ് ഹേബിയസ് കോർപ്പസ്. ഈ ഒരു പോയിന്റ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ ഓർത്ത് വെച്ചേക്കണം. രണ്ടാമത്തെ റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കടമ നിറവേറ്റാതിരിക്കുമ്പോൾ അതുവഴി ഒരാളുടെ മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ റിട്ട് നോക്കാം, പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു കീഴ്ക്കോടതിയുടെ പരിധിയിൽ വരാത്ത കേസ് കീഴ്ക്കോടതി കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ വിലക്കിക്കൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ റിട്ടാണ് കോവാറൻഡോ. കോവാറൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിച്ചാൽ അത് തടയുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറൻഡോ. നമുക്ക് നോക്കാനുള്ള ലാസ്റ്റ് റിട്ടാണ് സെർഷ്യോററി. സെർഷ്യോററി എന്നും പറയുന്നുണ്ട്, സെർഷ്യോററി എന്നും പറയുന്നുണ്ട്. 2 പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. കീഴ്ക്കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഓർഡർ അല്ലെങ്കിൽ ഉത്തരവിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഭരണഘടന ഉറപ്പുവരുത്തുന്ന റിട്ടുകൾ. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവകാശങ്ങളും സ്വാതന്ത്ര്യം, സാമൂഹിക സാമ്പത്തിക നീതി കൈവരിക്കാനുള്ള ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ. അവർക്ക് സ്വയമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേഷനിലായാലും ലോ മേക്കിങ്ങിലായാലും സർക്കാരുകൾ കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കണം. അവയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ വിഷയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ആഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെ വിഷയങ്ങളായിരിക്കാം? അന്താരാഷ്ട്ര വിഷയങ്ങളുണ്ട്, വിദ്യാഭ്യാസം, അതേപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക വിഷയങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഭരണഘടനയുടെ ഏത് ഭാഗത്തായിരിക്കും ഈ നിർദ്ദേശക തത്വങ്ങൾ ആഡ് ചെയ്തേക്കുന്നത്? ഭാഗം 4 അതേപോലെ തന്നെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി പറയുന്നത്. ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചേക്കണം. പ്രധാനമായിട്ടും ഭാഗം ഏത് ഭാഗത്തിലാണ് അത് ആഡ് ചെയ്തേക്കുന്നത്, ഏത് ആർട്ടിക്കിളിലാണ് ആഡ് ചെയ്തേക്കുന്നത്, ഇത് ഓർത്ത് വെച്ചേക്കണം. ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം? അതാണ് നമ്മളിനി അടുത്ത നോക്കുന്നത്. എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക. അതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നിർദ്ദേശക തത്വങ്ങളെ 3 തരംതിരിക്കാം. ആ കാറ്റഗറി ഏതൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി ഉദാര ആശയങ്ങൾ, രണ്ടാമത്തെ കാറ്റഗറി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, മൂന്നാമത്തെ കാറ്റഗറി ഗാന്ധിയൻ ആശയങ്ങൾ. ഇനി നമുക്ക് ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ വിഷയങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കണം. ആദ്യം നമ്മൾ നോക്കുന്നത് ഉദാര ആശയങ്ങളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അതിനകത്ത് ഒന്നാമത്തത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും, രണ്ടാമത്തത് പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത, മൂന്നാമത്തത് തുല്യനീതിയും സൗജന്യ നിയമസഹായവും, നാലാമത്തത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, ലാസ്റ്റ് പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഇത്രയും ആശയങ്ങളാണ് ഇത്രയും വിഷയങ്ങളാണ് ഉദാര ആശയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഉൾപ്പെട്ടേക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, രണ്ടാമത്തത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, മൂന്നാമത്തത് വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, ലാസ്റ്റ് നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യവും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ഉൾപ്പെട്ടേക്കുന്നത്. ഇനി ഗാന്ധിയൻ ആശയങ്ങളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, രണ്ടാമത്തത് കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, മൂന്നാമത്തത് കൃഷിയും മൃഗസംരക്ഷണവും,
നാലാമത്തത് ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം. ലാസ്റ്റ് വൺ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിയൻ ആശയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഓരോ വിഷയങ്ങളും ഏതൊക്കെ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടേക്കുന്നതെന്ന് ഓർത്ത് വച്ചേക്കണം. അടുത്ത നമുക്ക് നോക്കാനുള്ളൊരു ടോപ്പിക്കാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. പൊതുവെ നിയമങ്ങൾ വഴിയാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഉദാഹരണത്തിലൂടെ പഠിക്കാം. ഒന്നാമത്തെ ഉദാഹരണമാണ് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നത് ഒരു ഗാന്ധിയൻ ആശയമാണ്. അത് നടപ്പിലാക്കിയത് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിലൂടെയാണ്. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസം. ഉദാര ആശയത്തിൽ നമ്മൾ പറഞ്ഞാണ് സൗജന്യ വിദ്യാഭ്യാസം. അത് നടപ്പിലാക്കിയത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെയാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഉദാര ആശയത്തിൽ തന്നെ വരുന്ന ഒരു വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. ഈ ഒരു ആശയം നടപ്പിലാക്കിയത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലൂടെയാണ്. അടുത്ത ഉദാഹരണമാണ് സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം എന്നത് നടപ്പിലാക്കിയത് 1976 തുല്യവേതന നിയമത്തിലൂടെയാണ്. എന്ന് വെച്ചാൽ നിയമം വഴിയാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള സിമ്പിൾ ടോപ്പിക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. മൗലിക അവകാശവും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യത്യാസം, മൗലികാവകാശം ലംഘിച്ചാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങളാണെങ്കിലോ അവ ലംഘിച്ചാൽ കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അടുത്ത വ്യത്യാസമാണ് മൗലികാവകാശം ഗവൺമെൻറ്റിന് പരിധി നിർണ്ണയിക്കുന്നു, കുറച്ച് കാര്യങ്ങളിൽ ലിമിറ്റ് നിർണ്ണയിക്കുന്നുണ്ട്. അതേസമയം നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് മൗലികാവകാശം ഭേദഗതി ചെയ്യുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ സിമ്പിൾ സ്റ്റെപ്സിലൂടെ ഭേദഗതി ചെയ്യാൻ പറ്റും. അതായത് ലളിതമായ നിയമനിർമ്മാണത്തിലൂടെ ഭേദഗതി ചെയ്യാൻ പറ്റും. അടുത്ത ഡിഫറൻസ് ആണ് മൗലികാവകാശം രാഷ്ട്രീയ ജനാധിപത്യത്തെയാണ് പ്രാവർത്തികമാക്കുന്നത്. അതേസമയം നിർദ്ദേശക തത്വങ്ങളോ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് പ്രാവർത്തികമാക്കുന്നത്. ലാസ്റ്റ് വ്യത്യാസമാണ് മൗലികാവകാശം വ്യക്തികളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നു, എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഇത്രയാണ് മൗലികാവകാശം നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നോക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് മൗലിക കർത്തവ്യങ്ങൾ. സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ വാക്കുകൾ നമ്മൾ ഓർത്തു വച്ചേക്കണം. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 1976 ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ സർദാർ സരൺ സിംഗ് കമ്മിറ്റിയാണ്. 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1976 42ാം ഭേദഗതിയിലൂടെ ഒരു പുതിയ ഭാഗം ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. ആ ഭാഗമാണ് ഭാഗം 4A. ആ ഭാഗം 4Aയിലാണ് ഈ പറഞ്ഞ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തേക്കുന്നത്. അതേപോലെ തന്നെ അനുച്ഛേദം 51A അല്ലെങ്കിൽ ആർട്ടിക്കിൾ 51Aയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ ചിലത് ധാർമ്മികമായതും മറ്റു ചിലത് പൗരധർമ്മപരമായതുമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ആശയങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പൗരൻ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക. രണ്ടാമത്തത് രാജ്യത്തെ സംരക്ഷിക്കുക. മൂന്നാമത്തത് രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക. നാലാമത്തത് പരിസ്ഥിതി സംരക്ഷിക്കുക. ഇത്രയും ആശയങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.